ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഇഷ്ട പരമ്പര ഇന്നില്ല, അതുകൊണ്ട് തന്നെ നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡ് തമിഴിൽ കണ്ടിട്ടാണ് ഞാൻ റിവ്യൂ പറയണത്. അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതാണ് നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടത്. തമിഴിലും ഈ സെയിം ഭാഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അലോകിന്റെ കാമുകിയൊന്നല്ല. അലോകിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അലോക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് വാ, അന്ന് നമുക്ക് ആലോചിക്കാന്ന്. പക്ഷെ അതുകൊണ്ട് പിന്നെ അലോക് ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ആ പെണ്ണ് അലോകിനെ അങ്ങനെ വലുതായിട്ട് അത് ആലോചിച്ചിട്ടുണ്ടായില്ല. പക്ഷെ കുറെ ദിവസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അലോകും ആ പെണ്ണും പിന്നെ അവരുടെ വേറൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അവർ മൂന്ന് പേരും ഒരുമിച്ച് റോഡരികിൽ വെച്ച് കാണാണ്. അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞിട, അലോകെ അന്ന് നീ എന്നോട് എന്താ പറഞ്ഞത്? കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ നീ ഒരു ജോലി കണ്ടുപിടിക്കുക, ജോലി ചെയ്തിട്ട് നീ എന്റെ മുമ്പിലേക്ക് വാ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന്. എടാ കള്ള, എന്നിട്ട് നീ നിന്റെ അമ്മാവന്റെ മോളെ വിവാഹം കഴിച്ചല്ലേ എന്ന് പറയുമ്പോഴേക്കും അലോക പഴടി, അത് വിവാഹം ഒന്നും പറയാൻ പറ്റില്ല, അതൊരു വലിയ കഥയാണ്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അല്ല നീ കല്യാണം കഴിച്ചില്ലേ? ഞാൻ എന്ത് കല്യാണം കഴിക്കാനാ, നല്ല ജോലി ഇപ്പൊ കിട്ടി, അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്നും കൂടി വന്ന് കാണാച്ചപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞു കേട്ട്, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മീനാക്ഷിക്ക് ഓഫീസിൽ എന്താ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. അപ്പൊ വണ്ടിയൊക്കെ വിളിച്ച് പോകുമ്പോഴേക്കും സമയമാവുമല്ലോ. അപ്പൊ ആരെയും പറഞ്ഞ് എടുത്തി, ഞാൻ ആ വഴിയാണ്, എടുത്തിനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയണം. അങ്ങനെ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് ആര്യൻ ആ ഒരു അതായത് മീനാക്ഷിയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അലോകും ഈ പെണ്ണും ഒരു സുഹൃത്തും കൂടി സംസാരിക്കുന്നത്. അപ്പൊ ഇവര് മൂന്ന് പേര് ഭയങ്കര സന്തോഷത്തിലായിട്ട് സംസാരിക്കും. അപ്പൊ ഇവര് സംസാരിക്കണ കാണുമ്പോ ആര്യൻ മീനാക്ഷി എടുത്ത് പറഞ്ഞിട്ട്, മീനാക്ഷി എടുത്ത് അത് അലോകല്ലേ എന്ന് പറയാണ്. ആ അതെ അവൻ തന്നെ, ഇതാ ഇവന്റെ പുതിയ ഫ്രണ്ട്സ് എന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കാട്ട് വരും. പെട്ടെന്ന് അലോക് പുറകിലേക്ക് തിരിയുമ്പോഴേക്കും ആര്യനെയും മീനാക്ഷിനെയും കാണുന്നുണ്ട്. ഓഹോ, അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നണല്ലോ, ഒരു പണി ഒപ്പിക്കാം എടി എന്ന് പറഞ്ഞിട്ട്. ആ പെണ്ണിന്റെ പേര് മീന എന്നാണ് കേട്ടോ. മീന തന്നെ ഞാൻ പറയാം. എടി മീനെ, നീ ഒരു കാര്യം ചെയ്യ്, എന്നോട് വല്ലാത്ത ഒരു അടുപ്പമുള്ള പോലെ കാണിക്കാവോ? ദേ ആ പുറകെ നിൽക്കുന്നവരുണ്ടല്ലോ, എന്നെ വാച്ച് ചെയ്യാണ്. അപ്പോ അവരുടെ മുമ്പിൽ നീ എന്റെ ലവറിനെ പോലെ എന്നെ ഒന്ന് പെരുമാറാവോ? നീ ഒന്ന് പോടാ, നിന്റെ വിവാഹം കഴിഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിന്റെ അടുത്തൊരു ലവറിനെ പോലെ പെരുമാറിയ എന്റെ ജീവിതത്തെ ബാധിക്കൂ. നീ പോടാ, എനിക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. എടി മുമ്പ് നീ എന്നെ പ്രണയിച്ചതല്ലേടി, ആ ഒരു രീതിയിൽ എന്നെ ഒരു 5 മിനിറ്റ് കാണടി എന്ന് പറയുമ്പോഴേക്കും അവരുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്തായാലും സംസാരിച്ചോ, ഞാൻ അപ്പുറത്തേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അലോക് പറഞ്ഞിട്ട് പ്ലീസ് 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 അടി, ഒരു എന്റെ ജീവിത പ്രശ്നമാടി, നീ ഒന്ന് എന്നിട്ട് അടുത്തിടപഴകിയാൽ മാത്രം മതിയടി. ശരി എന്ന് ആ പെൺകുട്ടിയും പറയാണ്. എന്നിട്ട് ഈ പെണ്ണ് അലോകിന്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കാട്ടോ. എന്നിട്ട് പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് അലോകിന്റെ നെഞ്ചിൽ ആ പെണ്ണ കൈ അലോകിന്റെ നെഞ്ചത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോഴേക്കും ആര്യന്റെ ദേഷ്യം വരുന്നുണ്ട്. ആര്യൻ മീനാക്ഷി എടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ എടുത്തി, അവർ തമ്മിലുള്ള ബന്ധം ഇപ്പൊ എടുത്തേക്ക് ഏകദേശം മനസ്സിലായില്ലേ? ശേ, ഇവൻ ഇത്ര വൃത്തികെട്ടവനായിരുന്നോ? വൃത്തികെട്ടവനാണെന്ന് അറിയാം, പക്ഷെ പെണ്ണ് കേസിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നമ്മുടെ അനുമോളെ ചതിക്കുവാണല്ലോ ഇവൻ എന്ന് ആര്യം പറയാണ്. മീനാക്ഷി പറയണ്ട്, ദേ ആര്യ ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും പോവണ്ട എന്ന് പറയണതാലും അറിയണോലെ എടുത്തി എന്ന് ആര്യം പറയണ്ട. അങ്ങനെ അലോക് ആ പെണ്ണോട് പറയണ്ട, എടി നമ്മുടെ അഭിനയം സൂപ്പർ ആവുന്നുണ്ട് കണ്ടോ, അവർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് തന്നെ പറ്റിയ അവസരം, നീ എന്റെ ബൈക്കിന്റെ പുറകിൽ ഒന്ന് കേറിക്കേ. പോടാ, ഞാൻ കേറത്തുന്നില്ല. എടി നീ ഞാൻ പറയണ നീ ഒന്ന് കേക്ക്, എടി എന്റെ ജീവിത പ്രശ്നോടി, പ്ലീസ് 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 പ്ലീസ്. ശരി ശരി ഞാൻ കേറാം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അലോകിന്റെ ആ ബൈക്കിന്റെ പുറകിൽ കേറാണ്. അപ്പൊ മീനാക്ഷി എടുത്ത് ആര്യം പറയണ്ട, മീനാക്ഷി എടുത്തി ഇവിടെ നിൽക്ക്, ഞാൻ ഓഫീസർ തൊട്ടടുത്തല്ലേ, ഞാനന്ന് അവരുടെ പുറകെ പോയിട്ട് വരാം. മീനാക്ഷി പറഞ്ഞിടാ, ഓഫീസിലെത്താൻ ഇനി സമയമുണ്ട്, അരമണിക്കൂറിൽ കൂടുതലുണ്ട്, ഞാനൊന്ന് എന്റെ കൂടെ വരാം എന്ന് പറയണം. അങ്ങനെ ആര്യനും മീനാക്ഷി കൂടെ തൊട്ട് പിന്നാലെ പോകുന്നുണ്ട്. അലോക് ഇടക്കിടക്ക് തിരിഞ്ഞ് ഗ്ലാസ്സിൽ കൂടി ബാക്കിൽ നോക്കുമ്പോഴേക്കും ഇവർ വരുന്നത് കാണുന്നുണ്ട്. ഒരു ഐസ്ക്രീം പാർലറിൽ മുമ്പിൽ തന്നെ നിർത്താന്ന് അലോക് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഐസ്ക്രീം പാർലർ കാണുമ്പോഴേക്കും അവിടെ നിർത്താണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറയണ്ടേ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. അപ്പൊ ആ പെണ്ണിന്റെ ദേഹത്തൊക്കെ അലോക് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്, കെട്ടിപ്പിടിച്ച് പോകുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും ആർക്കായാലും മനസ്സിലാവും ഇവർ തമ്മിൽ ലവേഴ്സ് ആണെന്ന്. ഇത് കണ്ട ദേഷ്യത്തിൽ ആര്യൻ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മീനാക്ഷി പണ്ട് വേണ്ട, ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ മീനാക്ഷിയും ആര്യനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആര്യനാണ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ച് നിലത്തേക്ക് ഇടുക കേട്ടോ. കോമതി ചോദിക്കണ്ടേ, എന്താടാ നിനക്ക് എന്താ പ്രശ്നം, എന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ അവനെ വെട്ടിക്കൊന്ന് കളയും എന്നൊക്കെ പറയാണ്. നീ ആരുടെ കാര്യമോ പറയണെന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പണ്ടമ്മേ, അത് വേറെ ആരുടെ അല്ല, അലോകിന്റെ കാര്യമോ. ആര്യനും ഉദ്ദേശിക്കുന്നത് അലോകിന്റെ കാര്യമോ? അലോകിന്റെ എന്ത് കാര്യം? അത് അമ്മേ പിന്നെ പറഞ്ഞു കൊടുക്ക് മീനാക്ഷി എടുത്തി, ഇന്ന് റോട്ടിൽ വെച്ച് നമ്മൾ എന്താ കണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. അത് അമ്മ ടെൻഷനൊന്നും ആവണ്ട, നീ കാര്യം പറ മോളെ. അത് ഞാനും ആര്യനും കൂടി ഇന്ന് പുറത്തു പോയ സമയത്ത് അലോക് ഒരു പെണ്ണായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കണ കണ്ടു. ഐസ്ക്രീം
പാർലറിൽ കയറുന്നത് കണ്ടു. പിന്നെ അവരുടെ സംസാരം അത്ര നല്ലതായിട്ട് തോന്നിയില്ല, എന്തൊരു വശപശക ബന്ധുവാന്ന് തോന്നി എന്ന് പറയണം. അത് കേൾക്കുമ്പോഴേക്കും ബാലൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാട്ടോ. അപ്പൊ അത് അത്ര നേരം ബാലൻ മിണ്ടിയില്ല. പക്ഷെ തന്റെ മോളെ ചതിക്കാണ് അലോക് എന്ന് മനസ്സിലാക്കിയ ബാലൻ അവിടെ നിന്ന് ചാടി എഴുന്നേക്കാണ്. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? അതേ അച്ഛാ, സത്യം തന്നെയാണെന്ന് പറയുമ്പോ എങ്കിൽ ഞാൻ അവനെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാലനും ഗോമതിയും അപ്പൊ തന്നെ കൃഷ്ണമംഗലത്തിന്റെ ഗേറ്റിന്റെ അടുക്ക് പോവാട്ടോ. എടാ അലോക് ഇറങ്ങി വാടാ പ്രശ്നം ഉണ്ടാക്കാണ് എന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലനും ഗോമതിയും പറഞ്ഞു, നിന്റെ ഭർത്താവില്ലേ ആലോക്, അവനെ പുറത്തേക്ക് ഇറക്കി വിട്, പെണ്ണുപിടിയൻ, അവനെ പുറത്തേക്ക് ഇറക്കി വിട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, അത് മോളെ ഇന്ന് അലോക് ഒരു പെണ്ണായിട്ട് റോഡരികിൽ വെച്ച് സംസാരിക്കുന്നത് കണ്ടു. അവരുടെ സംസാരം അത്ര പന്തികേടല്ലായിരുന്നു. അത് ഞാനും ആര്യനും കണ്ടു. അത് വീട്ടിൽ പറഞ്ഞപ്പോഴാ അമ്മയ്ക്ക് അച്ഛനത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പൊ ഭയങ്കര പ്രശ്നമാട്ടോ. അച്യുതനും രാജശ്രീ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. ആ സമയത്ത് പിടിവിട്ട് നമ്മുടെ അനു പണ്ട് എല്ലാരും മതി നിർത്ത് എന്ന് പറയണം. അപ്പൊ എന്താ എന്ന് ചോദിക്കാണ് നമ്മുടെ മുത്തശ്ശി. അപ്പൊ പറയണ്ടേ, എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുശേഷം നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണ്ടേ എന്ന് തീരുമാനിക്കാം. എന്താ നിനക്ക് പറയാനുള്ളത് മോളെന്ന് ചോദിക്കുമ്പോൾ അനു നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഈ അലോക് ആരുടെ പുറകെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല, അലോകിനെ ആരെ വിവാഹം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നിയമപരമായിട്ട് നീ അവന്റെ ഭാര്യയല്ലേ, ഞാൻ നിയമപരമായിട്ട് അവന്റെ ഭാര്യയല്ല, ഈ കിടക്കുന്ന താലി അവൻ കെട്ടിയതുമല്ല. ഗോമതിയും ബാലനും ഷോക്കാവാണ്. ശേഷം ബാലിന്റെ കാലിൽ പിടിച്ചിട്ട് നമ്മുടെ അനു പൊട്ടിക്കരഞ്ഞ് പറയണ്ട, അച്ഛ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയാണ് ബാലനോട് അനു. അതായത് അന്ന് അലോക് തട്ടിക്കൊണ്ടു പോയതും അതിനുശേഷം, അതായത് വിവാഹം മുടക്കാൻ മാത്രമെന്ന് അലോകിന്റെ ഉദ്ദേശം. ശേഷം ഒരു കരിയില പോലെ തന്റെ വീട്ടുകാരെ നാണം കെടുത്തി അവിടെ അനുവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അലോകിനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അനു ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചതെന്നും ആ താലിമാല അലോക് വെറുതെ കളിക്ക് മേടിച്ച താലിമാലയാണെന്നും അത് തന്റെ കഴുത്തിൽ താൻ തന്നെയാണ് അണിഞ്ഞതും എന്നുള്ള കാര്യങ്ങളൊക്കെ അനു തുറന്നു പറയാണ്. ഇത് കേൾക്കുന്ന ബാലന് അനുവിനോട് ചെറിയ തരിമ്പ് പോലും ദേഷ്യം തോന്നുന്നില്ല കേട്ടോ. കാരണം തന്റെ മോള് ചെയ്ത് ശരിയാണ്. കാരണം എന്തായാലും അലോക് ഇവളെ ഉപേക്ഷിച്ച് പോയി വേറൊരു പെണ്ണെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ അവന്റെ സ്വപ്നങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി എന്റെ മോള് ചെയ്തത് കറക്റ്റ് തന്നെയാണെന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. ശേഷം ബാലൻ പറയണ്ട, മോൾ ഇനി അവിടേക്ക് പോവണ്ട, നീ ഇവിടെ നിന്നാ മതി, നടന്നത് നടന്നു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ എന്തായാലും നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറയാണ്. ശേഷം ബാലൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വലിയ മൈക്ക് എടുക്കുകയാണ്. ബാലിന്റെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, മൈക്കിലൂടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ സ്വഭാവം, അതായത് എപ്പിസോഡ് തുടക്കത്തിലൊക്കെ ഉണ്ടായ സ്വഭാവം, അതുപോലെ ബാലൻ ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് ഒച്ചത്തിൽ ഈ കഥ തുറന്നു പറയാണ്. എന്റെ മോള് അലോക് വിവാഹം കഴിഞ്ഞിട്ടില്ല, എന്റെ മോൾ തനിയെ താലി ചാർത്തതാണ്, അലോക് അവളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയാണ്. അപ്പൊ ഇത് അടുത്തുള്ളവർ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തുള്ളവർ ഇത് കേൾക്കുമ്പോഴേക്കും ഇത് ജീവന്റെ അമ്മയുടെ അച്ഛന്റെയും ജീവന്റെ കാതിലും എത്തുവാണ് ഈ നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെന്ന്. ഇത് മനസ്സിലാക്കിയ ജീവന്റെ അച്ഛനും അമ്മക്കും ജീവനും വീണ്ടും അനുവിനോട് ഒരു ഇഷ്ടം തോന്നുവാണ്. അനു തെറ്റൊന്നും ചെയ്തില്ല, ഇതാണ് നടന്ന സംഭവം അവർക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ ജീവൻ പറയണ്ട, അമ്മക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അനു ഒരു നല്ല കുട്ടിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണോ, അലോക് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാമുകൻ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അവൾ എന്നോട് നേരത്തെ തുറന്നു പറഞ്ഞതാണ് എന്നൊക്കെയുള്ള കാര്യം ജീവനും പറയണ്ട. അപ്പൊ ജീവൻ പറഞ്ഞ, അമ്മേ എന്തായാലും നടന്നു, അതെല്ലാം പോട്ടെ, ഇനിയിപ്പോ എനിക്ക് അനുവിനെ വിവാഹം കഴിക്കണമെന്ന് പറയാണ്. അപ്പൊ ജീവന്റെ അമ്മ പറയണ്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് വിവാഹം ആലോചിക്കാം എന്ന് പറയണം. അങ്ങനെ ജീവന്റെ അമ്മയും കൂടി വീണ്ടും നമ്മുടെ ദേവമംഗലത്തേക്ക് വരുവാണ് അനുവിനെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ട്. ബാലനോടും ഗോമതിയോടും കാര്യം പറയണ്ടേ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി, എന്റെ മോന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അനുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പൊ ഗോമതിക്കും ബാലനും താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. പക്ഷെ അനു സമ്മതിക്കുന്നില്ല. കാരണം ഇതിന്റെ പേര് നാളൊരു സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അനു പിന്നെ സമ്മതിക്കണമെന്നില്ല കേട്ടോ. പിന്നീട് അത് എന്തായെന്നുള്ളത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. Take care. Bye bye.